വളരെ സിമ്പിളായിട്ട് കുറഞ്ഞ സമയം കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി 4 മണി പലഹാരത്തിൻ്റെയാണ് ഇന്നത്തെ റെസിപ്പി. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. നല്ല എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാൻ, അതുപോലെ തന്നെ കഴിക്കാനായാലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഗസ്റ്റൊക്കെ പെട്ടെന്ന് വരുന്ന സമയത്തൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റം തന്നെയാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സ്നാക്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു ബൗൾ എടുത്ത് അതിലേക്ക് ചെറിയൊരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് ഒരു ചെറിയൊരു ക്യാരറ്റാണ്. ഇപ്പോൾ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ചെറിയൊരു കഷ്ണം ക്യാബേജ് ചെറുതായിട്ട് കനം കുറഞ്ഞിട്ട് അതും കൂടെ അരിഞ്ഞിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ക്യാബേജും ക്യാരറ്റൊന്നും ഇല്ലയെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, അതിന് പകരമായിട്ട് സവാള മാത്രം ചേർത്ത് കൊടുത്താലും മതിയാവും. ഇനി ചെറിയൊരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വലിയ തക്കാളി ആണെങ്കിൽ അതിൻ്റെ പകുതിയൊക്കെ മതിയാവും. അപ്പോൾ വെജിറ്റബിൾസൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു വൈറ്റ് സോസ് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. കൂടെ തന്നെ 2 അല്ലി വെളുത്തുള്ളി തൊലിയൊക്കെ കളഞ്ഞിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടിയാണ്. 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ പാകത്തിന് ഒരു നുള്ള് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് കൂടി പോവേണ്ട, പാകത്തിന് നോക്കിയിട്ട് ചെയ്ത് കൊടുക്കാം. ഉപ്പും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വിനാഗിരി കൂടെ ചേർത്തിട്ട് അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് കുറേശ്ശെയായിട്ട് ഓയിൽ ഒഴിച്ചിട്ട് ഇനി വീണ്ടും അടിച്ചെടുക്കാം. അങ്ങനെ ഇതുപോലെ കുറേശ്ശെയായിട്ട് ഓയിൽ ഒഴിച്ചിട്ട് ഘട്ടമായിട്ട് ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ വൈറ്റ് സോസ് നല്ല കട്ടിയായിട്ട് നല്ല ടൈറ്റായിട്ട് വരും. അതുവരെ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ടൈറ്റാക്കി എടുക്കാം. ഇനി ഈ ഒരു സോസ് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള വെജിറ്റബിൾസിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇതിനേക്കാളും കുറച്ചും കൂടെ നല്ല കട്ടിയായിട്ടാണ് കേട്ടോ ഏറ്റവും ബെസ്റ്റ്. ഞാനിപ്പോൾ കൂടുതൽ ഓയിൽ ചേർക്കണ്ടെന്ന് വെച്ചിട്ട് ഒരുപാട് അങ്ങോട്ട് കട്ടിയാക്കിയിട്ടില്ല, പക്ഷേ നല്ല കട്ടിയായിട്ടുള്ളതാണ് ഏറ്റവും നല്ലത്. പിന്നെ റെഡിയാക്കി എടുക്കാൻ, സ്നാക്ക് റെഡിയാക്കി എടുക്കാൻ ഏറ്റവും ബെസ്റ്റ് അങ്ങനെയാണ്. അപ്പോൾ ഓയിൽ ചേർത്ത് കൊടുക്കുമ്പോൾ ഫസ്റ്റ് കുറച്ച് ചേർത്തിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം. പിന്നെയും കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് പിന്നെയും അടിച്ചു കൊടുക്കാം. അങ്ങനെ നല്ല തിക്കായിട്ട് വരുന്നവരെ കുറേശ്ശെയായിട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് അടിച്ചെടുത്തിട്ട് ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ എല്ലാം കൂടെ മിക്സാക്കി എടുത്തു കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് വേണ്ടത് ബ്രെഡ് ക്രംസ് ആണ്. ഞാനിപ്പോൾ ഒരു 6 ബ്രെഡ് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ ബ്രൗൺ പാർട്സ് മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. എന്നിട്ട് ഈ ഒരു ബ്രെഡ് ക്രംസ് കുറേശ്ശെയായിട്ട് ഇത് മിക്സിലേക്ക് ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി എടുക്കാം. നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന ആ ഒരു പാകത്തിന് ഇതുപോലെ ബ്രെഡ് ക്രംസ് ആവശ്യത്തിന് ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ കൈ വെച്ചിട്ട് മിക്സാക്കി എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് റെഡിയാക്കി കിട്ടുകയും ചെയ്യും. അപ്പോൾ കൈ വെച്ചിട്ട് തന്നെ കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് മിക്സാക്കി എടുക്കാം. അപ്പോൾ ബ്രെഡ് ക്രംസിൻ്റെ അളവൊക്കെ നമ്മൾ എത്രത്തോളമാണ് ടൈറ്റാക്കി എടുക്കേണ്ടത് അത്രത്തോളം ചേർത്ത് കൊടുക്കാം. പിന്നെ വൈറ്റ് സോസ് നല്ല ലൂസായിട്ടാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ നല്ല ടൈറ്റായിട്ടാണെങ്കിൽ ഇത്രയും തന്നെ ബ്രെഡ് ക്രംസ് കൂടുതലൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് ഇതിൽ നിന്ന് കുറേശ്ശെയായിട്ട് എടുത്തിട്ട് ചെറിയ ബോൾസ് ആക്കിയിട്ട് ഉരുട്ടിയെടുക്കാം. അപ്പോൾ എല്ലാതും ഇതുപോലെ ഉരുട്ടിയെടുക്കാം. അപ്പോൾ എല്ലാതും ഇതുപോലെ ഉരുട്ടിയെടുത്ത് കഴിഞ്ഞാൽ ഇനി കുറച്ച് ബ്രെഡ് ക്രംസ് ബാക്കി വന്നിട്ടുള്ളതിൽ ഈ ഓരോ ബോൾസും ഇതിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തിട്ട് നല്ല ഷേപ്പാക്കിയിട്ട് നല്ല ബോളാക്കിയിട്ട് തന്നെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ എല്ലാതും ഇതുപോലെ ചെയ്തെടുക്കാം. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മുട്ട ജസ്റ്റ് ഒന്ന് അടിച്ചിട്ട് അതിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ വേണമെങ്കിൽ കോട്ട് ചെയ്തെടുക്കാം. അതിൻ്റെ ആവശ്യമൊന്നുമില്ല, നേരിട്ട് ബ്രെഡ് ക്രംസിൽ തന്നെ കോട്ട് ചെയ്തെടുത്താൽ കറക്റ്റായിട്ട് റെഡിയാക്കി എടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാനിൽ കുറച്ച് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വന്നാൽ അതിലേക്ക് ഓരോന്നായിട്ട് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചെയ്തെടുത്താൽ മതിയാവും. ഒരുപാട് ഹൈ ഫ്ലെയിമിലിട്ടിട്ടാകുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് കരിഞ്ഞു പോകും. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു ഭാഗം ആയി കഴിഞ്ഞാൽ മറിച്ചിട്ട് കൊടുക്കാം. തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് എല്ലാ ഭാഗവും കളറൊക്കെ മാറി നല്ല മൊരിഞ്ഞ് കിട്ടിയാൽ നല്ല എണ്ണയിൽ നിന്ന് മാറ്റാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണ്. പുറം ഭാഗം നന്നായിട്ട് മൊരിഞ്ഞിട്ട് ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ സ്നാക്കാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നല്ല എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാൻ, നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. പിന്നെ ഇത് ചൂടോട് കൂടി തന്നെ കഴിക്കണം കേട്ടോ, അപ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് ഉണ്ടാവുക. തണുത്താൽ അത്രയ്ക്ക് അങ്ങോട്ട് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ചൂടോട് കൂടി തന്നെ കഴിക്കുക. ഇതേ രീതിയിൽ ബാക്കിയുള്ളതും ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും.
അപ്പോൾ നല്ലൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ. ബൈ. താങ്ക് യു.